ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിയും അതുപോലെ നവ്യയും കൂടെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ കയ്യോടെ അവിടുത്തെ ഫോട്ടോ അങ്ങ് ഇട്ട് കൊടുത്തു. ഇത് കണ്ടപ്പോഴത്തേക്ക് നവ്യയ്ക്ക് രക്തം തിളക്കിയല്ലേ. അഭിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര കലിപ്പ് നവ്യയുടെ മുന്നിൽ. ഇതിപ്പോൾ ഇട്ട് തന്നതേ നിന്റെ അച്ഛനെയും അമ്മേനെയും ഇത് കാണിക്കാനാണെന്നും അവരറിയട്ടെ ഇത്രയ്ക്ക് ആർഭാടമായിട്ടാ എവിടുന്ന് വന്നൊരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അഭി നവ്യയെ ചൂട് പിടിപ്പിക്കുവാണ്. അതുമാത്രമല്ല ഇതെല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്നത് നിന്റെ അനിയത്തെയും കൂടിയാണല്ലോ, അതും അവർ കാണട്ടെ എന്നും പറഞ്ഞ അഭി. നിന്റെ അച്ഛനും അമ്മയും ഇത് കാണണം, എന്നിട്ട് മകളെ തിരുത്തുകയാണെങ്കിൽ തിരുത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദൈവമേ, ഇവൾക്ക് ഇതൊരു സന്തോഷം. അഭി എങ്ങനെ ഇവളതൊക്കെ സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുമ്പം സഹിക്കുകയല്ലല്ലോ, നീ പറഞ്ഞതുപോലെ സന്തോഷിക്കുകയല്ലേ, പിന്നെന്താ കുഴപ്പം? പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ ഇത് ചൂടോടെ അച്ഛനമ്മയും കാണിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ കാണിക്കാൻ പോകുമ്പോൾ അഭി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. ഇതേപടി തന്നെ കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ചു കൊടുത്തു മകള്. അപ്പോഴത്തേക്ക് എന്താ മോളെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ വന്നു. എന്നും പറഞ്ഞാൽ അമ്മയെ കാണിച്ചു കൊടുത്തു. കനകോ ഇത് കണ്ടു. ഇത് രണ്ടും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഭയങ്കര ദേഷ്യം. നയനയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് അച്ഛൻ അന്നേരം പറയാം. അവൾക്ക് 2 അടിയുടെ കുറവുണ്ട് എന്ന് വെച്ചാൽ എന്നെയും നന്ദുവിനെയും അത്യാവശ്യം തല്ലുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോഴേ അവളതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ കുട്ടിക്കാലത്ത്. അതിൻ്റെ അഹങ്കാരം അവൾക്ക് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ ഇവരെയും കുറ്റം പറയണേ. അവൾ നന്മമാരുമായിട്ട് പേരെടുക്കാനാ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്ന് വെച്ചാൽ അഭിയുടെ മുത്തശ്ശൻ്റെ മുന്നിൽ അവളിപ്പോൾ കുടുംബം ശിഥിലമാക്കാത്ത ഏറ്റവും നല്ല മരുമകളാണെന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പേര് കേൾപ്പിക്കാനാ അവളിപ്പോൾ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുമ്പോൾ നവ്യമോളെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നീ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കരുത്. അച്ഛനും അമ്മയും ഇത് കാണണം, എന്നിട്ട് അവളെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക വേണ്ടതെന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് നിന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അവളത് ചെയ്യാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ വേദനയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതെ, ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലോ എന്ന് പോലും ഞങ്ങൾ ആലോചിക്കുകയാണെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. നന്ദുമോള് വരട്ടെ, മോളെന്തായാലും ഏതെങ്കിലും ദൂര സ്ഥലത്തായിരിക്കും ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നും അങ്ങനെയാണെങ്കിൽ മോളുടെ ക്വാർട്ടേഴ്സിൽ പോയി താമസിക്കാം, ഈ വീടിൻ്റെ താക്കോല് ആദർശിൻ്റെ കയ്യിൽ തന്നെ തിരികെ കൊടുക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ എന്തിനാച്ചാ അങ്ങനെ ചെയ്യുന്നേ? അച്ഛൻ്റെയും അമ്മയുടെയും മരുമകൻ ആദർശേട്ടൻ മാത്രമല്ലല്ലോ, അഭിയും ഈ വീട്ടിലെ മരുമകൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം എങ്കിലും ഈ വീട് ഞങ്ങൾക്ക് എടുത്തു തന്നത് ആദർശാണ് മോളെ, ഇവിടെ കിടന്നാൽ ഞങ്ങൾക്കിനി ഉറക്കം വരില്ല എന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ നോക്ക്, ഈ പറയുന്ന ആൾക്ക് 2-3 തവണ നെഞ്ചുവേദന വന്നതാണെന്നും ഇപ്പം ഉറങ്ങാറും ഇല്ല, മര്യാദയ്ക്ക് മരുന്ന് പോലും കഴിക്കാറില്ല എന്നും കനക പറയുമ്പോൾ അച്ഛാ വെറുതെ ഈ കാര്യം ഓർത്ത് അച്ഛൻ മരുന്നൊന്നും മുടക്കാൻ നിൽക്കരുത്, ഉറക്കവും കളഞ്ഞേക്കരുത്. ഭക്ഷണവും മരുന്നും ഒക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ കഴിക്കാം, പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോഴേ നല്ല ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വേണമെന്ന് വാശി പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ മോളെ എന്ന് അച്ഛൻ ചോദിക്കുമോ. ഞങ്ങളുടെ ഉറക്കം കിടത്തുന്ന ഒരു പ്രവൃത്തിയായിപ്പോയി ആദർശ് ചെയ്തതെന്ന് പറഞ്ഞപ്പം അയാളെ കാണുമ്പോഴേ എനിക്ക് പറപ്പാ തോന്നുന്നതെന്ന് നവ്യ. അയാൾ ഈ ചന്തമ്മളുടെ അമ്മയോട് എന്തിനാ തെറ്റ് ചെയ്തതെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും നയനയ്ക്ക് എല്ലാം അറിയാം. അയാൾ എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന കാര്യവും നവ്യ ഇങ്ങനെ അവിടെ നിന്ന് കനകത്തിനോടും ഗോവിന്ദനോടും പറയുന്നു. അതൊക്കെ മൊത്തത്തിൽ വിഴുങ്ങിയിട്ട് അയാളെ അവൾ സപ്പോർട്ട് ചെയ്ത് അവിടെ അങ്ങ് ജീവിക്കുകയാണ്. അവളുടെ അമ്മായിമ്മ പോലും ഈ കാര്യത്തിൽ സ്വന്തം മോനെ എതിർക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് ഒരു മാറ്റം വന്നതെന്നൊക്കെ പറഞ്ഞു. അമ്മയും ഭാര്യയും കൂടെ തന്നെയുണ്ട്, അതുതന്നെ ആദർശേട്ടൻ്റെ ബലവും. ഒരാൾ നന്നായപ്പോൾ മറ്റേ ആൾ അതിനേക്കാളും മോശമായെന്ന് വേണം പറയാനെന്ന് കനക ഇതൊക്കെ കേട്ടിട്ട് പറയുവാണ്. അതാണ് ശരിക്കും പറഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചത്. അതമ്മ പറഞ്ഞത് ശരിയാണെന്ന് നവ്യ. നോക്ക്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഫംഗ്ഷൻ കാണാൻ ശക്തിയില്ലെന്നും പറഞ്ഞ എന്നോടൊപ്പം ഹബിയും ഇങ്ങോട്ട് പോകുന്നത്. ആദർശ് പെൺവിഷയത്തിൽ കുഴപ്പക്കാരനല്ലെന്നാ ഞാൻ 100% വിശ്വസിച്ചിരുന്നെന്ന് പറഞ്ഞപ്പം അങ്ങനൊരു പേരുദോഷം ഉണ്ടായിരുന്നത് മൊത്തം അബിക്കായിരുന്നല്ലോ. പക്ഷെ അബി ഇപ്പോൾ പറയുന്നുണ്ട് പഠിക്കുന്ന കാലത്ത് ആദർശേട്ടൻ അത്ര പോരായിരുന്നു എന്ന്. ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കും, പല പ്രണയങ്ങളും ആദർശേട്ടനും ഉണ്ടായിരുന്നെന്നാണ് അബി ഇപ്പോൾ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയായിരിക്കുമെന്ന് കനകവും പറയണു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചതിയൊക്കെ അവന് ചെയ്യാൻ തോന്നുമോ, അല്ലെങ്കിൽ അവൻ ചെയ്യുമോ? ഗോവിന്ദേട്ടാ നോക്ക്, നമ്മൾ ആരെയും കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ നേരം പറഞ്ഞു. എപ്പോഴാ ആരാ തിരിഞ്ഞു കൊത്തുകാന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇറക്കിയിട്ട് അവിടെ നിന്ന് കനക അങ്ങ് പോയി. അതിനുശേഷം ഞങ്ങളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി എല്ലാം ഉള്ളിലൊതുക്കി നടക്കുക അവൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അഭിയാണ് തെറ്റ് ചെയ്തിരുന്നതെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഇത്രയും വിഷമം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നവ്യ അന്നേരം പറഞ്ഞു. പക്ഷേ അച്ഛനും അമ്മയും ഇതറിഞ്ഞപ്പോൾ ചങ്ക് പൊട്ടി പോയി കാണുമല്ലേ എന്നും ചോദിച്ചേ.
അതുകൊണ്ടാ എന്നെയും കുഞ്ഞിനെയും ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത് വരെ ഈ വിവരം അച്ഛനോടും അമ്മയോടും ആരും പറയാതിരുന്നതെന്നും ഞാൻ പോലും പറയാത്തത് അതുകൊണ്ടാണെന്നും നവ്യ ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് പോയി. പിന്നെ ഗോവിന്ദേട്ടൻ വിഷമിച്ച് അവിടെ നിൽക്കുന്നു. അതിനുശേഷം നമ്മുടെ പോകുന്ന സാറിന് സെൻഡ് ഓഫ് കൊടുക്കണം മധുസൂദനന്. ആ സമയത്ത് നമ്മുടെ നന്ദുവിനെയൊക്കെ സംസാരിക്കാൻ അവിടെ വിളിപ്പിച്ചു. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നന്ദു പൊതുവായിട്ട് എല്ലാവരുടെ മുന്നിലെടുത്ത് ഇയാളെ ശരിക്കും കൈകാര്യം ചെയ്തു. സാറിന് എന്താ സാർ എന്നോട് ഇത്ര വൈരാഗ്യം എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും നമ്മുടെ നന്ദു. അപ്പം മേലുദ്യോഗസ്ഥരും കാര്യങ്ങളും എല്ലാവരും ഇങ്ങനെ അടുത്തിരിപ്പുണ്ടല്ലോ. ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് സാർ എന്നെ ദ്രോഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതിനുള്ള ഉത്തരം ഈ അവസരത്തിൽ സാറ് പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ഞങ്ങൾ പെൺകുട്ടികൾ. നന്ദു അങ്ങനെ ശരിക്കും സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഇയാളുടെ നാവിനെ തന്നെ ഉള്ളിലേക്ക് ഇറക്കി കളഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മുടെ നന്ദു സംസാരിക്കുന്നിടത്ത് ഇയാൾ ചൂളി ഇരുന്ന് പോവുക. അതിനുശേഷം ഈ ഒരു മധുസൂദനൻ സംസാരിക്കാനായിട്ട് കയറി. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ചാർജ് എടുത്താൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ട്രാൻസ്ഫറോ സസ്പെൻഷനോ വാങ്ങാൻ സാധ്യതയുള്ള ട്രെയിനിയാണ് നന്ദന എന്ന കാര്യം പറയുന്നു നമ്മുടെ സാറ്. തുടക്കത്തിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നന്ദനയ്ക്ക് മുന്നിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയതെന്ന് പറയുമ്പം, സ്ട്രിക്റ്റ് ആയതിൽ കുഴപ്പമൊന്നുമില്ല, നിന്നെ പുറത്താക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് ഈ നമ്മുടെ നന്ദുവിനോട് കൂട്ടുകാരി തുഷാര ചോദിക്കുമ്പോൾ അയാൾ ആദ്യം പറയട്ടെ തുഷാര എന്ന് നന്ദു പറഞ്ഞു. പക്ഷേ അതിനെനിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നുവെന്നും ഈ ട്രാൻസ്ഫർ അതിൻ്റെ തുടർച്ചയാണെന്നൊക്കെ എനിക്കറിയാമെന്നും സാറ് പറയാം. അതിനോട് എനിക്ക് ആരോടും പരിഭവമോ പരാതിയോ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കടമകൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. എല്ലാവർക്കും നല്ലൊരു റൈറ്റ് ഫ്യൂച്ചർ ഞാൻ ആശംസിക്കുകയാണെന്ന് പറഞ്ഞ് അയാളുടെ സംസാരം നിർത്തി അയാളങ്ങ് പോയി. അപ്പോൾ ഇവനെ ശരിക്കും കൈകാര്യം ചെയ്താണ് വിടേണ്ടത്. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദു അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എല്ലാവരും കൊച്ചിൻ്റെ പിറന്നാൾ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുക. ഇത് കണ്ടിട്ട് ജലജയ്ക്കും ജാനകിക്കും സഹിക്കുന്നില്ല കേട്ടോ. കണ്ടില്ലേ ജാനകി കാണിക്കുന്നത്, എന്തൊരു മോശം ഈ കാണിക്കുന്നത്. പുറത്തുള്ളവരൊന്നും അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇനി കാണിക്കാനുള്ള ശ്രമമായിരിക്കും എന്ന് ജലജയോട് ജാനകി പറയുമ്പം, ഇതെല്ലാം എല്ലാവരും കണ്ടിട്ട് ഇവിടെയുള്ള എല്ലാവരും നാണം കെടണം, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും. അതൊക്കെ നമുക്ക് സാവകാശം നടപ്പിലാക്കാൻ ജലജയെന്ന് ജാനകി പറയുവാണേ. എൻ്റെ മരുമോള് പോയപ്പോൾ തന്നെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചതാണെന്നും ജാനകി ജലജയോട് പറയുവാണേ. ഇതൊന്നും അവരെ അറിയുന്നില്ല, അവരവിടെ പടക്കം പൊട്ടിക്കുക. ഇതെല്ലാം പകർത്തി നവ്യയ്ക്ക് അയച്ചു കൊടുത്താലോ? കൊടുക്കുന്നു പറഞ്ഞ് ജാനകിയും കൂടെ നിൽക്കുക. എന്നിട്ട് ഇതെല്ലാം പകർത്തി നവ്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ അബിയും അതുപോലെ ഗോവിന്ദൻ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഗോവിന്ദൻ അടുത്ത് അറ്റാക്ക് ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ജലജ അത് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് ഞങ്ങൾ ആദർശിന് താഴെയുള്ള കൊച്ചുമക്കൾ ആദർശിനെ മാതൃകയാക്കണമെന്നാണ് കുട്ടിക്കാലം മുതലേ മുത്തശ്ശൻ ഞങ്ങളോട് പറഞ്ഞു വന്നിരുന്നത്. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാച്ചാ ഞങ്ങൾ മാതൃകയാക്കുന്നതെന്നൊക്കെ നേരത്തേക്ക് അഭി ഇങ്ങനെ ചോദിക്കാം. ഇവരും ശരിയാണെന്നുള്ള ഇത് തലയാട്ടുന്നു. അപ്പം ഞങ്ങൾക്കിടയിൽ ചെറിയ നാൾ തൊട്ട് ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ഇയാളുടെ ഈ പോക്കിൽ എനിക്ക് വലിയ വേദനയുള്ളത്. ആദർശേട്ടൻ്റെ പാതയിലാണ് അനിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി പുണ്യാളം ചമയാം. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയെ സ്നേഹിക്കാതെ അവൻ നമ്മുടെ നന്ദുവിൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതെന്നൊക്കെ പറഞ്ഞു. അഭിമാനം ഒരു കാരണവശാലും നന്ദുവിന് ഇനി അനിയെ കാണാനോ സംസാരിക്കാനോ പോകുന്നില്ല. അവൾ ഇനി അവളുടെ ജോലിയുമായിട്ട് അങ്ങനെ അങ്ങ് പോയിക്കോളൂ എന്ന് ഈ കനക പറയാം. എങ്കിലും അമ്മ ശ്രദ്ധിച്ചോളണം. നന്ദു അനിയും തമ്മിലുള്ള അടുപ്പം അവരുടെ ദാമ്പത്യത്തെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ് അബി ഇവരുടെ മുന്നിൽ ഭയങ്കര ഇതായിട്ട് പറയാം. ടനി ഇനിയും നന്ദുവിനോട് അടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അവനോട് മോനൊന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനോട് സംസാരിക്കില്ല. ഞാൻ അവനോട് വല്ലതും ചോദിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ഏട്ടൻ നന്നാകാൻ അവനോട് പറഞ്ഞാൽ അത് കേട്ടോണ്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ആദർശും ഇപ്പം അനിയെ ഒന്നിനും വിലക്കുന്നില്ല, അയാൾക്കും അതിനുള്ള ആ ഒരു ഇത് ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നവ്യ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നു. കാണുന്നും പറഞ്ഞു ഈ പടക്കം പൊട്ടിക്കുന്നതെല്ലാം കാണിച്ചു കൊടുക്കുക. ഇനി അവളെ ഉപദേശിച്ചത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയാത്തത് കൊണ്ടാണോ മോളെ അവളുടെ ഭർത്താവിനെ അവളെക്കാളും കൂടുതൽ വിശ്വസിക്കുന്നതെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. ഇനിയും അവളങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അത് അവളുടെ നാശത്തിനാണെന്ന് നവ്യ അന്നേരം പറഞ്ഞു. നമ്മുടെ കുഞ്ഞ് അവിടെ ചെന്നതിന് ശേഷം എൻ്റെ അമ്മയല്ലാതെ ആരെങ്കിലും നമ്മുടെ കുഞ്ഞിനെ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടോ നവ്യേ എന്ന് ഈ അബി എന്ന് പറഞ്ഞ മുതൽ ചോദിക്കുക. ഇവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നമ്മളൊക്കെ പുറമ്പോക്കാണോന്ന്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന്. എന്നിട്ട് ഇവനിങ്ങനെ ഇരുന്ന് പറയുക കേട്ടോ. അന്നേ ഞാനും എൻ്റെ അമ്മയും പുറമ്പോക്ക് തന്നെയാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാവർക്കും എന്താണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ പരിഗണിക്കാതെ ആദർശേട്ടനെ തെറ്റായ ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ എല്ലാവരും അടക്കി പിടിക്കുന്നത്. കേട്ടോ അമ്മേ, ഏത് നേരവും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അരികിലുണ്ട് ഈ ചന്തുമോള്. എല്ലാവരും അവളെ കൂടെ കിടത്താനായിട്ട് മത്സരിക്കുക.
ആദർശേട്ടനും നയനയും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മായിയുടെയൊക്കെ അരികിൽ തന്നെയാ പെണ്ണ് ഏത് നേരവും. ഈ പോക്ക് പോയാലേ അവിടെ കിടന്ന് ശ്വാസം മുട്ടാൻ പോകുന്നത് ഞങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ അഭി ഇങ്ങനെ ഡയലോഗുകൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നേ. നവിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടം. തൻ്റെ കുഞ്ഞ് രണ്ടാമതായി പോകുമെന്നുള്ളൊരു ടെൻഷൻ. ഈ സമയത്ത് പിന്നെ അവിടെ ആദർശം നയനയും കുഞ്ഞിൻ്റെ ഉടുപ്പൊക്കെ മാറി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അമ്മ, ഞങ്ങൾ നാളെ രാവിലെ ഒരു യാത്ര പോകുമെന്ന് പറഞ്ഞു. യാത്രയോ? അപ്പം മോളെയും കൊണ്ടേ ഒന്ന് പുറത്തേക്ക് ഒന്ന് പോകണമെന്ന് ആദർശേട്ടൻ പറയുന്നതെന്ന് നയന ദേവയാനിയോട് പറയുമ്പോൾ ദൂരേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു. ആ, കുറച്ച് ദൂരേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു ആദർശം. മഴയൊക്കെയാ, ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അതെ, ചന്തുമോൾ ഇന്നേ അമ്മമ്മയുടെ കൂടെ കിടക്കാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവയാനി വിളിക്കുമ്പം മോള് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നയനയുടെ നേരെ നോക്കി കൊച്ച്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കാം. മോൾക്ക് വരാൻ മനസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ നയനെ. അന്നേരം വരാൻ മനസ്സില്ലെങ്കിലും ഞാൻ എന്താണെങ്കിലും കൊണ്ടുപോകും, അത് ചേട്ടനും പറഞ്ഞിട്ടുണ്ട് മോളെയും കൂടെ കൊണ്ട് ചെല്ലാനെന്ന് പറയുമ്പം എന്നാൽ മോള് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ ദേവയാനി മുറിയിലേക്ക് പോകണം. അപ്പോൾ കുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ മാറി നിൽക്കുന്നവരൊക്കെ മാറി നിന്നോട്ടെ, ആര് മാറി നിന്നാലും അവൻ അങ്ങനെ മാറി നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അഭിയുടെ കാര്യമാണ് പറയുന്നത്. അതെ അമ്മേ, അവനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പം അത് തന്നെയാണ് നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞത്. പിന്നെ അതേപ്പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട മോനെ, അവർ മനുഷ്യരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മനുഷ്യത്വം ഇല്ലാത്ത ഒരുത്തൻ്റെ കൂടെയാണല്ലോ എൻ്റെ ചേച്ചി ജീവിക്കുന്നത്, അത് എൻ്റെ സങ്കടമെന്ന് നയന ഇങ്ങനെ ഇവരോട് പറഞ്ഞു. ഇപ്പോൾ അഭിയെക്കാളും ജലജയെക്കാളും ആദർശിനോട് ദേഷ്യം നവ്യയ്ക്കാണെന്ന കാര്യം ദേവയാനി അന്നേരം പറഞ്ഞു. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമല്ല എന്നും നമുക്ക് നടന്നതൊക്കെ അറിയാവുന്നതാണല്ലോ എന്നും ദേവയാനി പറയുക. പിന്നെ നവ്യയ്ക്കും കുഞ്ഞിനും വേണ്ടുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നും ദേവയാനി പറഞ്ഞു. അവൾ പറയുന്നതും ഇവനെ വെറുക്കുന്നതും ഒക്കെ തെറ്റിദ്ധാരണ കാരണമല്ലേ, അതൊന്നും സാരമില്ല. അതുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞാലേ അതിനെ ആരും ഒന്നും ഏറ്റുപിടിക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ചില സമയത്തെ നമുക്ക് കൺട്രോൾ വിട്ടു പോകില്ലേ മോൻ, അത് എനിക്കും മോൾക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് മോനെ. പിന്നെ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ചല്ലേ പറ്റുള്ളൂ. എടുത്ത് ചാടണ്ട, എന്നാൽ പിന്നെ നമുക്ക് പോകാം മോളെ, അവിടെ മോളുടെ മുത്തശ്ശിയെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് മോളുടെ മുത്തശ്ശനുമായിട്ട് മോൾ അധികം കളിയും ചിരിയൊന്നും ഇല്ലെന്നാണ് പരാതിയെന്നും ദേവയാനി പറയുമ്പോൾ അത് ശരിയാ മോളെ, അച്ഛനും ഇളയച്ചനും ഒക്കെ ആയിട്ട് അധികം അങ്ങനെ കളിക്കാനും ചിരിക്കാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു നയനി. മോൾക്ക് മോളുടെ മുത്തശ്ശിയും മതിയല്ലേ, ഞങ്ങളും ചെറിയ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരങ്ങോട്ടേക്ക് പോണു. ഇവരങ്ങ് പോയപ്പോൾ ദേവയാനിയും നയനിയും നയനയും ആദർശം ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ഈ സമയത്ത് ദേവയാനി കൊച്ചിനെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു. അപ്പം ജയൻ വാമോളെ എന്ന് പറഞ്ഞ് വിളിച്ച് അടുത്ത് കിടത്തുവും ഒക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അവർ മോളെ ഇങ്ങോട്ട് വിട്ടോ എന്ന് ജയൻ ചോദിച്ചു. അപ്പോൾ വിടാനൊന്നും തീരെ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബലമായിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു ദേവയാനി ജയനോട്. എന്നും അവിടെ കിടന്നാൽ പോരല്ലോ എന്ന് ദേവയാനി. നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞു കൊച്ചിനെ നടുക്ക് കിടത്തി അവർ രണ്ടുപേരും കൂടെ കിടന്നു. അതിനുശേഷം കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അഭി ഇങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഇവർ പറയാം. ഇനിയുള്ള കാലം നമ്മുടെ കൊച്ചുമോളെ ആദർശിൻ്റെയും നയനയുടെയും മകളായി മോള് വളരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയനും ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ദേവയാനി കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിൻ്റെ ചേച്ചിയായി അവൾ വളരുമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ സത്യങ്ങൾ ആരോടും പറയാനൊന്നും നിൽക്കണ്ടെന്നൊക്കെ പറയുക. മോള് നല്ല ഭാഗ്യമുള്ള കുട്ടിയാ, അതുകൊണ്ടാണ് അച്ഛന് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയതെന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചേട്ടാ കരുതുന്നതെന്ന് ദേവയാനി പറഞ്ഞേ. എൻ്റെ ചക്കരക്കുട്ടിക്ക് സ്കൂളിൽ പോവണ്ടേ എന്നൊക്കെ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ പിന്നെ ചേരണ്ടേ, 5 വയസ്സ് കഴിഞ്ഞു, സ്കൂളിലൊക്കെ പോകണം, നന്നായിട്ട് പഠിക്കുകയും വേണം, എന്നിട്ടൊരു ഡോക്ടർ ആവണം എന്നൊക്കെ ജയൻ കൊച്ചിനോട് പറയുമ്പം അത് ശരി, അപ്പോഴേക്കും ചെന്ന് നമ്മൾ ഡോക്ടറാക്കിയോ ചേട്ടനെന്ന് ചോദിച്ചു ദേവയാനി. ഈ വീട്ടിലില്ലാത്തതൊരു ഡോക്ടറാ, അതുകൊണ്ട് മോളെ ആ ലക്ഷ്യത്തോടെ പഠിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലതെന്നും പറഞ്ഞു. അപ്പം പറഞ്ഞത് മോളെ കേട്ടോ, മോളെ ഡോക്ടറാക്കണമെന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് മോള് വേണം ഞങ്ങളെയൊക്കെ ചികിത്സിക്കാനായിട്ട് കേട്ടോ എന്നൊക്കെ ജയൻ കൊച്ചിനോട് പറഞ്ഞു. അങ്ങനെ ഇവർ കുഞ്ഞുമായിട്ട് സംസാരിച്ചും ചിരിച്ചും കളിച്ചു ഉറങ്ങാൻ കിടക്കുന്നു. പിന്നെ നയനയും ആദർശവും കൂടെ ഇങ്ങനെ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ ടാറ്റാ.